നമസ്കാരം. ഒരിക്കലും റഷ്യയെ കൈവിടില്ല എന്നും സുഹൃത്തായ രാജ്യത്തിന് തങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് ഇന്ധനം വാഗ്ദാനം ചെയ്യുകയും ആയുധങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന റഷ്യയെ പോലൊരു രാജ്യത്തെ ഒരിക്കലും കൈവിടാൻ ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യം കൂടി മുൻനിർത്തി തയ്യാറല്ല എന്നും ഉറച്ച നിലപാടിൽ താരിഫ് ഉൾപ്പെടെയുള്ള വലിയ ഭീഷണികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുഴക്കിയപ്പോൾ പോലും ഉറച്ചു നിന്ന അതേ നരേന്ദ്രമോദിയാണ് ഇപ്പോൾ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അമേരിക്കയുമായുള്ള കരാറിൽ ഒപ്പുവെക്കാൻ കൈ കൊടുത്തുകൊണ്ട് റഷ്യയെ തള്ളിപ്പറഞ്ഞു. അതിന് പിന്നിലുള്ള രഹസ്യം എപ്സ്റ്റീൻ ഫയലിൽ പ്രത്യക്ഷപ്പെട്ട നരേന്ദ്രമോദിയുടെ ചിത്രമാണോ അതോ ഇനി ആർക്കും അറിയാത്ത മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അതിനെ ചൊല്ലി പ്രതിപക്ഷം നടത്തുന്ന സംഘർഷങ്ങൾ മാറ്റിവെച്ചാൽ പോലും റഷ്യ എന്ന സൗഹൃദ രാജ്യത്തെ പിണക്കിയത് ഇന്ത്യക്ക് വലിയ ഭീഷണിയായി മാറാനുള്ള സാധ്യതകൾ എന്നതിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഒരു ഷിയ പള്ളിയെ ലക്ഷ്യമിട്ട് നടന്ന ഭീകരാക്രമണം ലോകമനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു എന്നത് വാസ്തവമാണ്. നിരപരാധികളായ വിശ്വാസികളുടെ ജീവൻ എടുത്ത ഈ ആക്രമണത്തെ പ്രാകൃതവും മനുഷ്യവിരുദ്ധവും എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ആരാണ് എന്ന് കേൾക്കുമ്പോഴാണ് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായതിന്റെ ഭീകരത റഷ്യയെ എവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. ഈ വിശേഷണം നടത്തിയിരിക്കുന്നത് സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. പാകിസ്ഥാനിൽ നടന്ന ഈ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും അയച്ച സന്ദേശങ്ങളിലാണ് പുടിൻ തന്റെ അനുശോചനം രേഖപ്പെടുത്തുകയും അതിനു പുറമെ ഭീകരവാദത്തിനെതിരെ പോരാടുന്ന പാകിസ്ഥാനോട് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഭീകരവാദികളെ വളർത്തിപ്പോറ്റുന്ന തീറ്റിപ്പോറ്റുന്ന പാകിസ്ഥാനാണ് ഇത്തരമൊരു വലിയ പിന്തുണ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയെ കൈവിട്ടുകൊണ്ട് നൽകിയിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ തന്നെ ഇന്ത്യയെ പൂർണ്ണമായും റഷ്യ കൈവിട്ടുവെന്നും റഷ്യയെ പൂർണ്ണമായും ഇന്ത്യ കൈവിട്ടുവെന്നുമുള്ള കാര്യം 100% വ്യക്തമാണ്. എന്നാൽ ഈ പ്രതികരണത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ സൂചനകളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നത്. ഒരു മതചടങ്ങിനിടെ ആളുകളെ കൊലപ്പെടുത്തുന്നത് ഭീകരവാദത്തിന്റെ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ സ്വഭാവത്തിന്റെ തെളിവാണെന്ന് പുടിൻ പറഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ആത്മാർത്ഥമായ അനുതാപവും പിന്തുണയും പുടിൻ അറിയിച്ചു. ഭീകരവിരുദ്ധ പോരാട്ടത്തിലും സുരക്ഷയിലും പാകിസ്ഥാനുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനുള്ള റഷ്യയുടെ സന്നദ്ധതയും പുടിൻ സൂചിപ്പിച്ചു. ഇന്ത്യ US വ്യാപാര കരാറിന് ധാരണയാവുകയും റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ ഉറപ്പു നൽകിയെന്ന് US പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാന് പിന്തുണ റഷ്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. ഇന്ത്യയും റഷ്യയും ദശാബ്ദങ്ങളായി തുടരുന്ന ഒരു തന്ത്രപ്രധാന സൗഹൃദത്തിന്റെ ഭാഗമാണ്. പ്രതിരോധം, ഊർജം, അന്താരാഷ്ട്ര നയതന്ത്രം എന്നിവയിൽ ഇന്ത്യക്ക് ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായിരുന്നു റഷ്യ. എന്നാൽ സമീപകാലത്ത് ഇന്ത്യ റഷ്യയുമായുള്ള ചില കരാറുകളിൽ നിന്ന് പിന്മാറുകയോ പുനഃപരിശോധിക്കുകയോ ചെയ്യുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെ റഷ്യയുടെ വിദേശ നയം വ്യക്തമായ മാറ്റത്തിലേക്ക് നീങ്ങുന്നതാണ് കാണുന്നത്. അതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് പാകിസ്ഥാനോടുള്ള അടുപ്പം. ഒരു കാലത്തെ പൂർണ്ണമായും ഇന്ത്യയുടെ വിരോധ ശക്തിയായി കണക്കാക്കിയിരുന്ന പാകിസ്ഥാനെ ഇപ്പോൾ റഷ്യ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നതാണ് സ്ഥിതി. ഭീകരവാദത്തിനെതിരായ സഹകരണം, സൈനിക പരിശീലനം, ആയുധ കൈമാറ്റം, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, ഈ മേഖലകളിലെല്ലാം റഷ്യ പാകിസ്ഥാനോട് കൂടുതൽ അടുത്ത് നീങ്ങുകയാണ്. പുടിന്റെ പുതിയ പ്രസ്താവനകൾ ഈ സമീപനത്തിന് രാഷ്ട്രീയ ന്യായീകരണം നൽകുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യ പാകിസ്ഥാനെ സൈനികമായി ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു ചെറിയ നയതന്ത്ര പ്രശ്നമല്ല, മറിച്ച് ദീർഘകാല സുരക്ഷാ ഭീഷണി തന്നെയാണ്. ഇതിനകം തന്നെ ചൈന പാകിസ്ഥാന് സഖ്യം തീർത്തുകൊണ്ട് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടയിൽ റഷ്യയും പാകിസ്ഥാനോട് അടുക്കുന്നത് ഇന്ത്യയെ 3 വശങ്ങളിൽ നിന്ന് സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കും. റഷ്യൻ ആയുധ സാങ്കേതിക വിദ്യയും പരിശീലനവും ലഭിക്കുന്ന ഒരു പാകിസ്ഥാൻ ദക്ഷിണേന്ത്യയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതായി തീരും. ഇവിടെ ഇന്ത്യ ഒരു നിർണായക ഘട്ടത്തിലാണ്. റഷ്യയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് പാശ്ചാത്യ ശക്തികളിലേക്ക് മാത്രം ചേർന്ന് നിൽക്കുന്ന നയം ദീർഘകാലത്തിൽ തിരിച്ചടിയാകാം. അതേസമയം റഷ്യയുടെ ഈ പുതിയ പാകിസ്ഥാൻ അനുകൂല സമീപനം നിസ്സംഗമായി കാണാനും ഇന്ത്യക്ക് കഴിയില്ല. ശക്തമായ നയതന്ത്ര ഇടപെടലുകളും വ്യക്തമായ താല്പര്യ സംരക്ഷണ നയങ്ങളും ഇന്ത്യ രൂപപ്പെടുത്തേണ്ട സമയമാണ്. പുടിൻ നടത്തിയ അനുശോചന സന്ദേശം മനുഷ്യാവകാശപരമായി സ്വാഗതാർഹമായിരിക്കുമ്പോഴും അതിന്റെ പിന്നിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ദക്ഷിണേഷ്യയിൽ ശക്തി സമതുലിതാവസ്ഥ തകരുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ വില നൽകേണ്ടി വരിക ഇന്ത്യക്കായിരിക്കും. അതിനാൽ സൗഹൃദങ്ങളും സഖ്യങ്ങളും മാറുന്ന ഈ ലോകക്രമത്തിൽ ഇന്ത്യ കൂടുതൽ ജാഗ്രതയും ദൂരദർശിത്വവും പുലർത്തേണ്ടത് അനിവാര്യമാവുകയാണ്.
ഇന്ത്യയെ തകർക്കാനുള്ള സഖ്യങ്ങൾ ശക്തി പ്രാപിക്കുന്നു എന്ന സൂചന തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ, കൈപൊള്ളുന്ന കരാറുകളിൽ ഒപ്പുവെക്കുമ്പോൾ ജാഗ്രത പാലിച്ചേ മതിയാകൂ എന്നുള്ളതാണ് വാസ്തവം.